പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഇനി നമ്മൾ കടന്നു പോകുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സഭാരാധനയിലേക്കാണ്. ദൈവത്തെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ രണ്ടാം തലമുറയിലേക്കാണ്. തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ ഫലമായി ദൈവം അവരെ മാനിക്കുകയുണ്ടായി. തങ്ങളെ വിളിച്ച ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ അവർ സ്തുതിക്കുകയാണ്. ഇതാ വീണ്ടും ഒരു സഭായോഗം മൂന്നാം തലമുറയിൽ ആരാധനയ്ക്കായി തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി അവർ ഈ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മീയ മന്ദത സംഭവിച്ചു. ഇത് ആ കുടുംബത്തെ ഒന്ന് കാണുക. ആരാധനയിലെ ഉദാസീനത നിങ്ങൾ കാണുന്നു. എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് നാം എത്തുന്നത് ന്യൂജൻ സഭായോഗത്തിലേക്കാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ അവർ ആരാധനയ്ക്കാണോ വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് വരുന്നത് നാം കണ്ടു. എന്നാൽ ഇവരെ നോക്കൂ, കാര്യസാധ്യതനായി കടന്നു വരുന്ന ഒരു തലമുറ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുമ്പോൾ ആത്മീയ ഗോളത്തിന്റെ അധപ്പതനം എത്രമാത്രമെന്ന് മനസ്സിലാക്കുക. കുടുംബങ്ങളുടെ അകൽച്ചയും ശിഥിലീകരണവും ആത്മീക അധപ്പതനവും എത്രമാത്രമെന്ന് ഇതിൽ നിന്ന് വിശകലനം ചെയ്യാം. ഇനിയുള്ള തലമുറ എങ്ങനെയാണെന്ന് ആർക്കറിയാം? നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്ധിയിൽ പകരുക, വീഥികളുടെ തലക്കിലൊക്കെയും തളർന്നിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്ങളിലേക്ക് കൈമലർത്തുക. നിലവിളിക്കാം, നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. നിലവിളിക്കാം, നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ, രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. നിലവിളിക്കാം, നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. God bless you all. നല്ല കൈയ്യടി എടുത്തേ.